ഇന്നൊരു ദിവസം അവധിയെടുത്ത് വീട്ടിലിരുന്നപ്പോഴാണ് അമ്മ പറയണത് താഴെ റബ്ബറിൻ്റെ തോട്ടത്തിന് വെട്ടുന്നുണ്ട്, അപ്പോൾ കുറച്ച് വിറകൊക്കെ ഉണ്ടാക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ അതിൻ്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാമെന്ന്. റീലല്ലല്ലോ ജീവിതം, റിയൽ ലൈഫ് അല്ലേ, അപ്പോൾ കണ്ടു നോക്കൂ. അവിടെ ചെന്നപ്പോഴാണ് അറിയുന്ന ആഞ്ഞിലി മരങ്ങളാണ് വെട്ടുന്നതെന്ന്. ആഞ്ഞിലി എന്ന് പറയുമെങ്കിലും ഞാൻ പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത് ആനിമരം എന്നാണ്. ഈ ആനി എന്നുള്ള പേര് എവിടുന്ന് വന്നെന്നുള്ളത് എനിക്കറിയത്തില്ല. പിന്നീടാണ് അത് മനസ്സിലായത് ആനിയല്ല ആഞ്ഞിലിയാണ്. ഇതിൻ്റെ തിരി കണ്ടോ, ഇതാണ് പണ്ട് കാലത്ത് കൊതുകിനെ ഓടിക്കാൻ വേണ്ടിയിട്ട് പുകച്ചിരുന്ന സാധനം. ഇത് ഉണങ്ങി കഴിയുമ്പോൾ കത്തിച്ചാണ് കേട്ടോ ഇത് പുകച്ചിരുന്നത്. നിങ്ങൾക്കറിയാവോ, ഇതൊരു നൊസ്റ്റാൾജിയാണ്. പിന്നെ നമ്മുടെ ആഞ്ഞിലിച്ചക്ക കഴിച്ചിട്ടില്ല എല്ലാവരും, അതും ഒരു നൊസ്റ്റാൾജിയ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു തിരി കൊണ്ടാണ് പണ്ട് കൊതുകുകളെയൊക്കെ തുരത്താൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നതെന്നാണ് പറയുന്നത്. ഈ കാര്യം അറിയാമായിരുന്നോ? അതുകൊണ്ട് പിറക്കി വെക്കാനേ പറ്റത്തുള്ളൂ ചോദിച്ചാൽ ഒരുക്കി വെച്ചാൽ മതി. പാപ്പാട്ട് എവിടുന്ന കിട്ടേ? പാപ്പാട്ട് എവിടുന്ന കിട്ടേ? ഞാനിപ്പോ പാടിക്കഴിഞ്ഞതേ ഉള്ളല്ലോ ആ പാട്ട്. അതെ, വീഡിയോയ്ക്ക് വേണ്ടി ആക്ഷൻ കാണിച്ചതാ, കുഴപ്പമില്ല. പിന്നെ പോയി കുറേ വിറകൊക്കെ പെറുക്കി കൂട്ടി കേട്ടോ. കുറച്ചൊക്കെ അമ്മ എടുത്തിട്ട് പോകും, ഞാൻ കൊണ്ടുപോയി പെറുക്കിയിടും. എനിക്ക് ഒരുപാട് ഭാരമുള്ള സംഭവമൊന്നും തലയിൽ വെച്ചിട്ടൊന്നും ചുമക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ട് മിക്കവാറും ഇതുപോലെ വിറകിനൊക്കെ പോകുമ്പോൾ പെറുക്കി കൂട്ടിയിടും. അമ്മയായിരിക്കും മിക്കവാറും അതൊക്കെ എടുത്തിട്ട് പോവുക കേട്ടോ. പിന്നെ കുറേ വിറകൊക്കെ പെറുക്കി. നിങ്ങളുടെ നാട്ടിൻപുറത്ത് ഇങ്ങനെയൊക്കെ തന്നെയല്ലേ എല്ലാവരും? അതോ എല്ലാവരും ഗ്യാസിലൊക്കെയാണ്? നമ്മൾക്ക് ഇപ്പോഴും നാട്ടിൻപുറത്ത് ഈ വിറകൊക്കെ കൊണ്ടുപോയി കത്തിച്ചിട്ടിട്ട് തന്നെയാണ് കേട്ടോ പാചകവും കാര്യങ്ങളും എല്ലാം. കിടക്കങ്ങോട്ട്. പിന്നെ മരം മുറിക്കുന്നിടത്ത് പോയി നിന്നപ്പോൾ അമ്മ കുറേ ചീത്ത പറഞ്ഞു. അതൊക്കെ വലിക്കണ കണ്ടില്ല, തലയിലോട്ട് വന്ന് വീഴും, അതിൻ്റെ ചൂട്ടിൽ നിന്ന് മാറി നിൽക്കടി എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഞാൻ അവിടുന്ന് കുറച്ച് ഉണക്ക വിറകൊക്കെ എടുത്തിട്ട് പോകുന്നു കേട്ടാ. ആണ്ടേ തൊലി നല്ല സോഫ്റ്റായ സ്കിന്നുള്ള തൊലിയെല്ലാം ക്രാഷ് ചെയ്യുന്നു. ഇങ്ങോട്ടാണോ? ആണോ? പൊട്ടിയമ്മ സുശീലാമ്മയ്ക്ക് വിറക്
ഇടയ്ക്കൊരു ചൊറിഞ്ഞണം കടിച്ചു അച്ഛൻ്റെ പിന്നെ മരം മുറിക്കുന്ന ചേട്ടനെ അറിയാമായിരുന്നു കേട്ടോ. അപ്പോൾ പുള്ളി എന്നോട് ചോദിച്ചു എങ്ങനെയുണ്ട്, അസുഖമൊക്കെ കുറവുണ്ടോ എന്നൊക്കെ ചോദിച്ചേ. അപ്പോൾ ഞാൻ പറഞ്ഞു ഷുഗറൊക്കെ അല്ലേ, കുറവൊന്നും ഇല്ല, 400 500 ഒക്കെയാന്ന് പറഞ്ഞപ്പോഴത്തേനും പുള്ളി പറഞ്ഞ മറുപടി കേട്ടോ എന്താന്നുള്ളത്. അമ്മ വാക്കത്തി എടുത്തുന്ന കുറെ കഴിഞ്ഞപ്പോൾ നല്ല വെയിലായി തുടങ്ങി കേട്ടോ. ഞാൻ മടുത്തേ ശരിക്കുവേ. അപ്പോൾ പിന്നെ ഞാൻ നിർത്തി പോന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് റീലല്ലാത്ത റിയൽ ലൈഫിൽ നടക്കുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. ഇതൊക്കെയാണോ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എന്താ പറയണേ, എന്നും റീലിലൂടെ മാത്രം കാണുന്ന നിങ്ങൾക്ക് ഇത്തരം ഒരു കാഴ്ച പുതുമയായിരിക്കും എന്ന് വിചാരിക്കണു. അപ്പം മറ്റൊരു വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. അപ്പം ടാറ്റ.